ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വൈസ്രോയും ഗവർണർ ജനറൽമാരുമാണ്. ഇന്ത്യൻ്റെ അകത്ത് വൈസ്രോയും ഗവർണർ ജനറൽ, അതായത് 1858 തൊട്ടിട്ട് 1947 വരെയുള്ള കാര്യങ്ങൾ. 1947 വരെയുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ടൈമിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 1858 നിങ്ങൾക്കറിയാം, ക്യൂൻസ് പ്രൊക്ലമേഷൻ. അപ്പോൾ അതുവഴി എന്താകുന്നു? വൈസ്രോയ് എന്നൊരു പദവി വരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ആദ്യത്തെ വൈസ്രോയിയാണ് ലോർഡ് ക്യാനിങ്. ലോർഡ് ക്യാനിങ്. ഓക്കെ, ഞാൻ ആ സി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ലോർഡ് ക്യാനിങ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 1858 തൊട്ടിട്ട് 62 വരെയാണ് വരുന്നത്. അപ്പൊ 1858 തൊട്ടിട്ട് 62 വരെയുള്ള എല്ലാ മെയിൻ ഇവന്റുകളും ഇദ്ദേഹത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ സി ഞാൻ ഹൈലൈറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1861 കൗൺസിൽ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ് വരുന്നത്. അതുപോലെ തന്നെ പീനൽ കോഡ്, സി, പീനൽ കോഡ് 1859 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുമ്പോഴത്തേക്ക് കാനിങ് ആയിരുന്നു വൈസ്രോയ്. അതുപോലെ തന്നെ സി, കോർട്ടല്ല, കോർട്ട് ആക്ട് ആണ്. കോർട്ടല്ല, പകരം കോർട്ട് ആക്ട് ആണ്. ഇതും 1861 കോർട്ട് ആക്ട്, 1861 ഹൈക്കോർട്ട് ആക്ട് ആണ്. ഹൈക്കോർട്ട് ആക്ട്. അതുപോലെ തന്നെ 1958 ഇൻകം ടാക്സ് ആക്ട്. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട്. സി, കാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സി എന്ന് വിചാരിക്കുക. സി, എന്ന് പറയുമ്പോഴത്തേക്ക് സി, ഈ സി വെച്ചിട്ടാണ് നമ്മളിപ്പോ പീനൽ കോഡ്, ഹൈക്കോർട്ട് ആക്ട്, കൗൺസിൽ ആക്ട് ഒക്കെ നോക്കിയത്. ഇനിയിപ്പോ കാനിങ് എന്ന് പറയുമ്പോൾ ക്യാൻ വിചാരിക്കുക. ക്യാനിന്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പ്. യു ഷേപ്പ്. അപ്പോൾ യു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? യൂണിവേഴ്സിറ്റീസ് എവിടെയൊക്കെ? കൊൽക്കത്ത, ബോംബെ, മദ്രാസ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഇവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുമ്പോഴത്തേക്ക് ആരായിരുന്നു വൈസ്രോയി? ലോർഡ് കാനിങ് ആയിരുന്നു. ലോർഡ് കാനിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഡിഗോ റിവോൾട്ട്, 1860 ഇൻഡിഗോ റിവോൾട്ട്, ഇൻഡിഗോ റൈറ്റ്സ് ഇൻ ബംഗാൾ, ഇദ്ദേഹമായിരുന്നു ആ ടൈമിൽ. ഇൻഡിഗോ റൈറ്റ്സ് ഇൻ ബംഗാൾ, ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. അതാണ് ലോർഡ് കാനിങ്ങിനെ പറ്റി നമുക്ക് നോക്കാനുള്ള. ഇനി നമുക്ക് അടുത്ത ആളെ പറ്റി നോക്കാം. അടുത്ത ആള് ലോർഡ് എൽഗിൻ വൺ ആണ്. ലോർഡ് എൽഗിൻ വൺ ആണ്. പ്രത്യേകിച്ച് അധികമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. ലോർഡ് എൽഗിൻ വണ്ണിന്റെ കേസിൽ വഹാബി മൂവ്മെന്റ് ലോകം മൊത്തത്തിലായിട്ട് നടക്കുന്നതാണ്. പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ് വഹാബി മൂവ്മെന്റ്. ഈ വഹാബി മൂവ്മെന്റ് നടക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹമായിരുന്നു വൈസ്രോയ്. വഹാബി മൂവ്മെന്റ്, അതാണ് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്താണ് ജോൺ ലോറൻസ്. ജോൺ ലോറൻസ്. ജോൺ ലോറൻസ്. ഈ ജോൺ ലോറൻസിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 1864 തൊട്ടിട്ട് 69 വരെയുള്ള കാലഘട്ടങ്ങളാണ്. 1864 തൊട്ടിട്ട് 69 വരെ. അപ്പോ ഇന്ത്യയില് ഹൈക്കോർട്ട്, അതായത് കൊൽക്കത്തയില്, കൊൽക്കത്ത ഹൈക്കോർട്ട് ആക്ട് നമ്മൾ കണ്ടു 1861. അത് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടുകൾ നിലവിൽ വരുമ്പോൾ, ഹൈക്കോർട്ടുകൾ എവിടെയൊക്കെ? കൽക്കത്ത, മദ്രാസ്, ബോംബെ 1865 നിലവിൽ വരും. ആ ടൈമിൽ ലോറൻസ് ആയിരുന്നു എന്ത്? വൈസ്രോയി എന്ന് പറയുന്നത്. ഇത് കൂടാതെ
ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂട്ടാൻ വാർ നടക്കും. ഭൂട്ടാൻ വാർ. ഈ ഭൂട്ടാൻ വാർ നടക്കുന്ന 1865 കാലഘട്ടത്തിലാണ്. ആ ടൈമിൽ ലോറൻസ് ആയിരുന്നു വൈസ്രോയി. ഇതെല്ലാം കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വരുമ്പോഴും ഇദ്ദേഹമായിരുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വരുമ്പോഴും വൈസ്രോയി ആരായിരുന്നു? ജോൺ ലോറൻസ് ആയിരുന്നു. അടുത്ത വരുന്ന ആൾ ഇമ്പോർട്ടന്റ് ആണ്, ലോർഡ് മായോ. ലോർഡ് മായോന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1869 തൊട്ടിട്ട് 72 വരെയാണ് കാലഘട്ടം. അപ്പൊ കുറച്ചധികം ഉണ്ട്. ഒന്ന്, അജ്മറില് അജ്മറില് മായോ കോളേജ് അജ്മറില് മായോ കോളേജ് മായോ കോളേജ് എത്തിയ അജ്മർ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ. മായോ മായോ എന്ന് പറയുമ്പോൾ മെയ് എന്ന് ഓർക്കുക. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേയും കാര്യങ്ങളൊക്കെ മെയ്യിലാണ്. അതുപോലെ തന്നെ ആ, മെയ് എന്ന് പറയുമ്പോൾ തൊഴിൽ ദിനം, അതായത് ചോര നീരാക്കിയുള്ള വർക്കേഴ്സ്, അങ്ങനെ ഓർക്കുക. അപ്പോൾ റെഡ് ഓർക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് ഓർക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹമായിരുന്നു ആര്? വൈസ്രോയി. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ ചോര നീരാക്കി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റേറ്റ് റെയിൽവേ, ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. പിന്നെ പറഞ്ഞു ചോര നീരാക്കി. അപ്പൊ നെക്സ്റ്റ്, only viceroy to be murdered in the office. only viceroy to be murdered in the office. Okay, murdered. Okay, ഇതും ആരാണ്? നമ്മുടെ മായോ ആണ്. മായോയ്ക്ക് ശേഷം വരുന്നതാണ് ലോർഡ് നോർത്ത് ബുക്ക്. കൂക്ക മൂവ്മെന്റ്. കൂക്ക മൂവ്മെന്റ് ഓഫ് പഞ്ചാബ് ആരുടെ ടൈമിലാ? ഈ പറയുന്ന മായോന്റെ ടൈമിലാണ്. അടുത്തത് വരുന്ന രണ്ടാൾക്കാർ ഒന്നിച്ച് പഠിക്കാം. അത് എന്താ പറയുന്ന രണ്ട് സ്വഭാവക്കാരാണ്. ഒന്ന് വരുന്നത് ലിട്ടൺ ആണ്. ലിട്ടന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്വഭാവമാണ് റിപ്പൺ. ലിട്ടണും റിപ്പണും. അപ്പോൾ ലിട്ടന്റെ കേസിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇൻഫേമസ് ആയിട്ടുള്ള ഇൻഫേമസ് ആയിട്ടുള്ള ഇൻഫേമസ് ആയിട്ടുള്ള വൈസ്രോയ് ആണ് ലിട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ. മോസ്റ്റ് ഇൻഫേമസ് ഗവർണർ അല്ലെങ്കിൽ വൈസ്രോയ്. അതേസമയം പോപ്പുലർ ആയിട്ടുള്ള ഒരു വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണറാണ് റിപ്പൺ. ഇന്ത്യയിൽ 1877 കാലഘട്ടത്തിൽ, ഒരു 76 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫെമൈൻ നടക്കും. അതായത് ക്ഷാമം നടന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോകും. ആ ടൈമിൽ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു ഗ്രാൻഡ് ദർബാർ നടത്തും. ഡൽഹിയിൽ ഒരു ഗ്രാൻഡ് ദർബാർ കണ്ടക്ട് ചെയ്യും. എവിടെ? നമ്മുടെ ഡൽഹിയിൽ. ഇത് കൂടാതെ റോയൽ ടൈറ്റിൽ ആക്ട് 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസ്സാക്കുകയും അതുവഴി നമ്മുടെ ക്യൂൻ വിക്ടോറിയനെ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. 1876 റോയൽ ടൈറ്റിൽ ആക്ട് പാസ്സാക്കും. അതുവഴി ക്യൂൻ വിക്ടോറിയനെ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും. ഇത് കൂടാതെ 1878 ആംസ് ആക്ട് കൊണ്ടുവരും. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ശ്രദ്ധിക്കണം, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാര് ആയുധങ്ങൾ കൈവശം വെക്കുന്നത്, അതിന് ലൈസൻസുകൾ വേണം.
അത് ഇന്ത്യക്കാരുടെ കേസ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ മാൻഡേറ്ററി ഫോർ ദ ഇന്ത്യൻസ് ടു അക്വയർ ലൈസൻസ് ഫോർ ദ ആംസ് 1878 ആംസ് ആക്ട്. ഇത് കൂടാതെ അതേ വർഷം തന്നെ വേർണാക്കുലർ പ്രസ് ആക്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രബോധം ഉത്തേജിപ്പിക്കുന്നതിന് ലോക്കൽ ലാംഗ്വേജസിൽ മാസികകൾ, പത്രങ്ങൾ, മാഗസീനുകളൊക്കെ ഒരുപാട് കാരണക്കാരായിട്ടുണ്ട്. ഇത് തടയാനായിട്ട് ലോക്കൽ ലാംഗ്വേജിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇറക്കുന്നതിന് ഒരു തടസ്സം പോലെ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരും. ഇത് കൂടാതെ നമ്മുടെ സിവിൽ സർവീസിൽ സിവിൽ സർവീസിൽ ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാനുള്ള ഏജ് 21 നിന്ന് 19 കുറച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നല്ലതല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ഈ പറയുന്ന എക്സാം ആണേലും എന്തെങ്കിലും ആണേലും ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഏജ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഏജ് കുറയ്ക്കുമ്പോഴത്തേക്ക് മറ്റേ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിലോട്ട് ആയിപ്പോയി. ഇനി റിപ്പണിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഈ റിപ്പണാണ് വെർണാക്കുലർ പ്രസ് ആക്ട് കളഞ്ഞത്. റിപ്പൺ എന്ത് ചെയ്യും? വെർണാക്കുലർ പ്രസ് ആക്ട് എടുത്ത് കളഞ്ഞു. ഇത് കൂടാതെ 1882 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ത് ചെയ്യും? കൊണ്ടുവരും. 1881 ആദ്യത്തെ ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതനുസരിച്ച് 7 വരെ വയസ്സുള്ള ചിൽഡ്രനെ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ വരും. ഇത് കൂടാതെ ഹണ്ടർ കമ്മീഷനെ നിയമിക്കും. എന്തിന്? എഡ്യൂക്കേഷൻ റീഫോമിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് ഹണ്ടർ കമ്മീഷനെ നിർമ്മിക്കും. ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? റിപ്പണാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1883 ഇൽബർട്ട് ബില്ലാണ്. ഇൽബർട്ട് ബിൽ. ഇതിനെ വൈറ്റ് മ്യൂട്ടിനി എന്നും പറയാറുണ്ട്. വൈറ്റ് റെവല്യൂഷൻ അല്ല, വൈറ്റ് മ്യൂട്ടിനി എന്നും പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊപ്പോസ്ഡ് ടു അലോ ഇന്ത്യൻ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ് ടു കൺവിക്ട് യൂറോപ്യൻ ഇൻ എ ക്രിമിനൽ കേസസ്. അതായത് അതിനു മുമ്പുള്ള കാലഘട്ടം വരെ വെള്ളക്കാരെ, അതായത് ഇംഗ്ലീഷുകാരെ വിചാരണ ചെയ്യാനായിട്ട് ഇന്ത്യൻ മജിസ്ട്രേറ്റുകൾക്കോ ഇന്ത്യൻ ജഡ്ജികൾക്കോ അനുവാദമില്ലായിരുന്നു. അതെന്ത് ചെയ്തു? ഇവന്മാര് ഈ റിപ്പണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിട്ട് അതെടുത്ത് കളഞ്ഞു. ഓക്കെ, അത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഡഫറിൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ലോർഡ് ഡഫറിന്റെ പ്രത്യേകത എന്താ? ലോർഡ് ഡഫറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും INC ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് 1885 ഫോം ആവും. ഈ INC ഫോം ആകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ലോർഡ് ഡഫറിൻ ആണ്. അതുപോലെ തന്നെ ബർമ അനക്സേഷൻ, അപ്പർ ബർമയെ ലോവർ ബർമയെ അനക്സ് ചെയ്യുന്നു. ഏത് ടൈമില്? ഈ പറയുന്ന ഇങ്ങനൊരു ടൈമിലാണ്, ഡഫറിന്റെ ടൈമിൽ. അതിന് നമ്മൾ ബർമീസ് വാർ എന്ന് പറയും. ഇതെന്ന് പറയും ബർമീസ് വാർ, അനക്സേഷൻ ഓഫ് ബർമ 1885 ടൈമിൽ തന്നെയാണ് നടക്കുന്നത്. 1885 ടൈമിൽ തന്നെയാണ് നടക്കുന്നത്. ലോർഡ് ഡഫറിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം. അടുത്ത ആളെന്ന് പറയുമ്പോൾ ലോർഡ് ലാൻസ്ഡൗൺ. ലോർഡ് ലാൻസ്ഡൗൺ. നിങ്ങൾ അത് ലാൻഡ് എന്ന് വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും. കാരണം ഓർത്തിരിക്കാൻ ഈസി ആയിരിക്കും. ലാൻസ്ഡൗൺ. ലാൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 1888 തൊട്ട് 94 വരെയാണ് ഏകദേശം കാലഘട്ടം. അപ്പൊ ലാൻഡിൽ ഫാക്ടറി പണിയാന്ന് വിചാരിക്കാം. അപ്പോൾ ഫാക്ടറി ആക്ട് വരുന്നുണ്ട് 1891 ഫാക്ടറി ആക്ട്. വേറൊരു ഫാക്ടറി ആയിട്ടാണ്. 1891 ഫാക്ടറി ആക്ട് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങേരാണ്. അതുപോലെ തന്നെ 1892 കൗൺസിൽ ആക്ട് വരും. കൗൺസിൽ ആക്ട് നിലവിൽ വരുമ്പോഴും ഇദ്ദേഹമാണ്.
അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. ലാൻഡ്സ് ഡൗൺ എന്നല്ലേ പറയാം. അപ്പൊ ലാൻഡിനെ വെട്ടിമുറിക്കാന്ന് വിചാരിക്കുക. ഏത് ലാൻഡ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും ദുരന്ത് കമ്മീഷൻ, ദുരന്ത് ലൈൻ. ദുരന്ത് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഇതാണ്. അപ്പോൾ ഇതിനെ പറ്റി ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനായിട്ട് ദുരന്ത് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഇങ്ങേറെ ടൈമിലാണ്, ലാസ്റ്റ് ഡൗണിന്റെ ടൈമിലാണ്. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത വരുന്നതാണ് എൽഗിൻ ടു. നേരത്തെ ഞാൻ തെറ്റിച്ച് എഴുതിയതാണ്, ഇപ്പൊ ശരിയാക്കി എഴുതുന്നു. എൽഗിൻ ടു, നേരത്തെ എൽഗിൻ 1 ആയിരുന്നു. ലോർഡ് എൽഗിൻ ടു. ഈ ലോർഡ് എൽഗിൻ ടു എന്ന് പറയുമ്പോൾ കാലഘട്ടം ഓർത്ത് വെക്കുക. 1894 തൊട്ടിട്ട് 99 വരെയാണ്. 94 തൊട്ടിട്ട് 99 വരെ. ഈ 94 തൊട്ടിട്ട് 99 വരെയുള്ള മെയിൻ ഇവന്റുകൾ ഏതൊക്കെയാ നോക്കുക. ഓക്കെ, മുണ്ട അപ്രൈസ്, ബിർസ മുണ്ട ലീഡ് ചെയ്ത മുണ്ട അപ്രൈസ്. ഓക്കെ, മുണ്ട അപ്രൈസ് എങ്ങനെ ഓർത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടാന്ന് വായിക്കാം. എന്താ? മുട്ടാന്ന് വായിക്കാം. എന്നിട്ട് അത് എൽഗിൻ എന്നുള്ളത് എഗ് എന്ന് വായിക്കുക. എഗ്, മുട്ട. ഓക്കെ, അതുപോലെ തന്നെ 1896 തൊട്ടിട്ട് 97 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ക്ഷാമം ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള കടുത്ത ക്ഷാമം നേരിടുന്ന സമയം. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കുന്നതിനായിട്ട്, ഈ ക്ഷാമത്തിനെ പറ്റി പഠിക്കുന്നതിനായിട്ട് രണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഫമീനെ പറ്റി പഠിക്കാനായിട്ട് ആദ്യം വരുന്നതാണ് ലയാൽ കമ്മീഷൻ. അതേപോലെ തന്നെ പ്ലേഗ് ഇങ്ങനെ എന്താ പറയുക പകരുന്ന സമയം. അപ്പോൾ അതിനെപ്പറ്റി ഇതാക്കാനായിട്ട് ഒരു കമ്മീഷൻ വരുന്നതാണ് റണ്ട് കമ്മീഷൻ, അല്ലെങ്കിൽ റണ്ട്. അപ്പൊ ഈ റണ്ടിനെ കൊല്ലുന്നത് ചപ്പേക്കർ ബ്രദേഴ്സ് ആണ്. ഈ റണ്ട് കമ്മീഷന്റെ ഹെഡായിട്ടുള്ള റണ്ടിനെ കൊല്ലുന്നത് ചപ്പേക്കർ ബ്രദേഴ്സ് ആണ്. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലോർഡ് എൽഗിന്റെ കാലഘട്ടത്തിലാണ്. അടുത്ത ആൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോർഡ് കഴ്സൺ. ഓക്കെ, ലോർഡ് കഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഏത് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരാ? ലോർഡ് കഴ്സൺ. ഇത് കൂടാതെ 1904 യൂണിവേഴ്സിറ്റി ആക്ട് വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. പിന്നെ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട്. 1899 ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട്. ഇതും ആരുടെ ടൈമിലാ? ലോർഡ് കഴ്സന്റെ ടൈമിലാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം മിന്റോ. ലോർഡ് മിന്റോ ടു. ഓക്കെ, മിന്റോ ടു. ഓക്കെ, മിന്റോ രണ്ടായിട്ട് മുറിച്ചു. ഇനി എന്തിനെ മുറിച്ചു നോക്കാം. എന്താണ്? ബംഗാൾ സ്പ്ലിറ്റ് ചെയ്ത് ഇല്ലേ? ആ ബംഗാൾ സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിൽ സ്വദേശി മൂവ്മെന്റ് നടക്കും. സ്വദേശി മൂവ്മെന്റ് നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. ഓക്കെ, കാലഘട്ടം വേണമെങ്കിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സ്വദേശി മൂവ്മെന്റ് 1905 തൊട്ടിട്ട് 11 വരെയാണ്. അപ്പൊ ആ ടൈമിൽ നടക്കുന്ന മെയിൻ ഇവന്റുകളെല്ലാം ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. ആ ടൈമിൽ എന്ത് ചെയ്യും? മുസ്ലിം ലീഗ് ഫോം ആകും. 1906 മുസ്ലിം ലീഗ്. പിന്നെന്ത് ചെയ്യും? സൂററ്റ് സ്പ്ലിറ്റ് നടക്കും. നമ്മുടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് മറ്റേ എന്താ പറയാ INC സൂററ്റ് സ്പ്ലിറ്റ് നടക്കും. ഓക്കെ, പിന്നെ മിന്റോ മോർലി റീഫോം. അതിലെ മിന്റോ ഇദ്ദേഹമാണ്. മിന്റോ മോർലി റീഫോം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം ലോർഡ് ഹാർഡിഞ്ച്. ഭയങ്കര ഹാർഡായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഇവിടെയാണ് നടന്നതെന്ന് വിചാരിക്കുക. ലോർഡ് ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പൊ കാലഘട്ടം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും. 1910 to 16 ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, വിഭജിച്ച ബംഗാളിനെ വീണ്ടും അനക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അന്യൂൾ ചെയ്യുന്നു. അന്യൂൾമെന്റ് ഓഫ്
ബംഗാൾ ഓഫ് അനൂൾമെന്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അനൂൾമെന്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതുപോലെ തന്നെ വേറൊരു ഹാർഡ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഈ ഒരു ടൈമിലാണ് ഡൽഹി ദർബാറും കിങ് ജോർജ് ഫൈവ് ന്റെ കോറോണേഷനും നടക്കുന്നത്. ഓക്കെ. കൂടാതെ 1915 മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇദ്ദേഹമായിരുന്നു ആര്? വൈസ്രോയി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാം. ലോർഡ് ഷംഫോർഡ്. ലോർഡ് ഷംഫോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊണ്ടഗു ഷംഫോർഡ് റീഫോം. മൊണ്ടഗു ഷംഫോർഡ് റീഫോം. പിന്നെ പഠിക്കാൻ എളുപ്പമാണ്. കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിയെല്ലാം ഈസിയാണ്. കാലഘട്ടം പഠിച്ചു വെക്കുക. 1916 ടു 21. അപ്പൊ 1916 തൊട്ട് 21 വരെ നടന്നിട്ടുള്ള എല്ലാ ഇവന്റുകളും ഇദ്ദേഹത്തിന്റെ ടൈമിലായിരിക്കും. ഒന്നാമത് നമ്മൾ പറഞ്ഞു മോണ്ടഗു ഷംഫോർഡ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ആരൊക്കെ? ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നിട്ട് ഹോം റൂൾ മൂവ്മെന്റ്. ഓക്കെ. പിന്നെ ലക്നൗ പാക്ട്. ലക്നൗ പാക്ട് നടക്കും. ലക്നൗ പാക്ട്. ദെൻ ഗാന്ധിജി തിരിച്ചു വരും. ഗാന്ധിജിന്റെ റിട്ടേണിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയതല്ലേ. അപ്പൊ ഗാന്ധിജി തിരിച്ചു വരുന്നു ഇന്ത്യയിലോട്ട്. ഓക്കെ. ഗാന്ധിജി തിരിച്ചു വന്നിട്ട് കുറെ ഇവന്റുകൾ നടക്കുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം. ദെൻ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓക്കെ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലേ. ദെൻ ഖേദ സത്യാഗ്രഹ. ഇതെല്ലാം ഈ പറയുന്ന കാലഘട്ടത്തിൽ നടക്കുന്നത്. കൂടാതെ റൗലറ്റ് ആക്ട് എന്താണ്? റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പവർ കൊടുക്കുക ഗവൺമെന്റിന്. ആരെ വേണേലും അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് ട്രയൽ. അതുപോലെ തന്നെ ഇംപ്രിസൺ ചെയ്യാം. അതിന് അതിന് ഒരു പവർ കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് അല്ലേ. ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ജാലിയൻ വാലാബാഗ്. ഓക്കെ. 1919 ഏപ്രിൽ 13. ഓക്കെ. ദെൻ ഈ ജാലിയൻ വാലാബാഗിനെ പറ്റി പഠിക്കുന്നതിനായിട്ടും ഒരു കമ്മീഷൻ വരും. അതിന്റെ പേരും ഹണ്ടർ എന്നാണ്. ഹണ്ടർ കമ്മീഷൻ വരും. ഇതെല്ലാം ഏതിന്റെ ടൈമിലാണ്? ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. ഓക്കെ. ഇത് കൂടാതെ 1920 കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ഖിലാഫത്ത് മൂവ്മെന്റ്, അതായത് തുർക്കിയിലെ ഖലീഫ ഓഫ് തുർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലീജിയസ് ഹെഡാണ്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഈ തുർക്കി എംപയർ വിഭജിക്കുകയും അങ്ങനെ ഈ പറയുന്ന ആ, ഖലീഫയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് ലോകമൊത്തമായിട്ട് വന്ന ഒരു സംഭവമായിരുന്നു സത്യം പറഞ്ഞ ഖിലാഫത്ത് മൂവ്മെന്റ്. അത് ഇയാളുടെ ടൈമിലായിരുന്നു. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് 1920-22 കാലഘട്ടങ്ങളിലാണ് നടന്നത്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അത് തുടക്കം ഇദ്ദേഹത്തിന്റെ ടൈമിലായിരുന്നു. ഇതൊക്കെയാണ് ലോർഡ് ഷംഫോർഡിനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ലോർഡ് ഷംഫോർഡിനെ പറ്റി നോക്കാനുള്ളത്. അടുത്ത ആളെ നോക്കാം. അടുത്താണ് ലോർഡ് റീഡിങ്. ലോർഡ് റീഡിങ് 1921 തൊട്ടിട്ട് 26 വരെയാണ് കാലഘട്ടം ഏകദേശം വരുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ നടന്ന എല്ലാം ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. ഒന്നാമത്തത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റൗലറ്റ് ആക്ട് റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു. റൗലറ്റ് ആക്ട് റിപ്പീൽ ചെയ്തു. ഓക്കെ. അതുപോലെ തന്നെ 1921 CPI ഫോം ആകും. ഓക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫോം ആകും. അതിന്റെ ടൈമിൽ ആരായിരുന്നു? റീഡിങ് ആയിരുന്നു. പിന്നെ 1922 നിങ്ങൾക്കറിയാം ചൗരി ചൗര സംഭവം. ചൗരി ചൗര ചൗരി ചൗര ഇൻസിഡന്റ് അത് ഇയാളുടെ ടൈമിലായിരുന്നു. ചൗരി ചൗര. ഓക്കെ.
അതുപോലെ തന്നെ 1923 സ്വരാജ് പാർട്ടി സ്ഥാപിതമാകും. സ്വരാജ് പാർട്ടി സ്ഥാപിതമാകും. സ്വരാജ്. ഓക്കെ. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ 1925 നമ്മൾ കേട്ടിട്ടുള്ള കക്കോരി ട്രെയിൻ റോബറി അല്ലെങ്കിൽ കക്കോരി ട്രെയിൻ ഡക്കോട്ടി ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. അതുപോലെ തന്നെ 1925 RSS ഫോം ചെയ്യും. 1925 RSS പാർട്ടി ഫോം ചെയ്യും. അതും റീഡിങ്ങിന്റെ ടൈമിലാണ്. മൊത്തം 3 പാർട്ടിയുണ്ട്. CPI, സ്വരാജ് പാർട്ടി, RSS. ഇതെല്ലാം റീഡിങ്ങിന്റെ ടൈമിലാണ്. ഓക്കെ. എഴുത്തും വായന അറിയാൻ മേലാത്തവന്മാര് പാർട്ടി തുടങ്ങി എന്ന് വിചാരിക്കാം. ചുമ്മാ. ലോർഡ് ഇർവിൻ. ഓക്കെ. ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1926 to 31 കാലഘട്ടം വരുന്നത്. 1926 to 31 കാലഘട്ടം വരുന്നത്. അപ്പോൾ 26 to 31 നടക്കുന്ന മെയിൻ ഇവന്റുകൾ. ഒന്ന് സൈമൺ കമ്മീഷൻ കേട്ടിട്ടുണ്ടാവും. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലോട്ട് വരുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് ഇയാളുടെ ടൈമിലാണ്. അതുപോലെ തന്നെ 1928 നെഹ്റു റിപ്പോർട്ട്. അതുപോലെ തന്നെ ജിന്നയുടെ 14 പോയിന്റ്, ജിന്നാസ് 14 പോയിന്റ്സ്. ഓക്കെ. അതുപോലെ തന്നെ ലാഹോർ സെക്ഷൻ 1929 ലാഹോർ സെക്ഷനകത്ത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കും. പൂർണ്ണ സ്വരാജ്. അത് ഇർവിന്റെ ടൈമിലാണ്. ദെൻ നിങ്ങൾ കേട്ടിട്ടാവും റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഗാന്ധി ഇർവിൻ പാക്ട്. നമ്മളിതെല്ലാം നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഗാന്ധി ഇർവിൻ പാക്ട്. പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിയുമ്പോഴത്തേക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹം നടക്കും. സോൾട്ട് സത്യാഗ്രഹം, ദണ്ഡി മാർച്ച്. ഓക്കെ, ദണ്ഡി മാർച്ച്. ഇതെല്ലാം ഇർവിന്റെ ടൈമിലാണ്. ലോർഡ് ഇർവിൻ. ഓക്കെ. ലോർഡ് ഇർവിൻ. അപ്പൊ ലോർഡ് ഇർവിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. ലോർഡ് വില്ലിംഗ്ടൺ. ലോർഡ് വില്ലിംഗ്ടൺ. അപ്പൊ ലോർഡ് വില്ലിംഗ്ടണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 31 to 36 കാലഘട്ടം. 1931 to 36. 1931 തൊട്ടിട്ട് 36 വരെ. 31 to 36. അപ്പൊ നിങ്ങൾക്കറിയാം 31 to 36 എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടക്കും? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്. സെക്കൻഡും തേർഡും. ഓക്കെ, സെക്കൻഡും തേർഡും. ഓക്കെ. ദെൻ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. കമ്മ്യൂണൽ അവാർഡ്. ഓക്കെ. നമുക്ക് ദെൻ ഇവിടെ ഒരു പാർട്ടി ഫോം ചെയ്യും. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. പിന്നെ 35 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രഖ്യാപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. കൂടാതെ ബർമ്മ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നു. 1935 തന്നെ ബർമ്മ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നു. കൂടാതെ 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ ഫോം ആകുന്നുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സഭ. അതും ഈ പറയുന്ന വില്ലിംഗ്ടണിന്റെ ടൈമിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോർഡ് ലിൻ ലിത്ഗോ. ലോർഡ് ലിൻ ലിത്ഗോന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 36 to 43. ആ ടൈമിൽ നടന്നിട്ടുള്ള എല്ലാ ഇവന്റുകളും, അതായത് 36 to 43 എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. 36 to 37.
ഓക്കെ. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ പ്രഖ്യാപിക്കും 1939. ഇതേ 1939 ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങും. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 1943 ഞാൻ പറഞ്ഞേ. അപ്പൊ ലാഹോർ സെക്ഷൻ ഉണ്ട് 1940. ഇമ്പോർട്ടന്റ് ആണ് ലാഹോർ സെക്ഷൻ, ലാഹോർ റെസൊല്യൂഷൻ. പിന്നെ ഓഗസ്റ്റ് 1940 പ്രഖ്യാപിക്കും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്രിപ്സ് മിഷൻ 1942, ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ഇതെല്ലാം ആരുടെ ടൈമിലാണ്? ലിൻ ലിത് ഗോന്റെ ടൈമിലാണ്. ലിൻ ലിത് ഗോന്റെ ടൈമിലാണ്. അടുത്താണ് വേവൽ. ലോർഡ് വേവൽ. ലോർഡ് വേവൽ ലോർഡ് വേവലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ലോർഡ് വേവലിന്റെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 43-47 വരെയാണ്. 43-47. CR ഫോർമുല 1944. CR ഫോർമുല 1944 വേവലിന്റെ ടൈമിലാണ്. അതുപോലെ തന്നെ ഐഎൻഎയുടെ ട്രയൽസ് നടക്കും. 1945. നേവൽ മ്യൂട്ടിനി 1946. നേവൽ മ്യൂട്ടിനി 1946. ക്യാബിനറ്റ് മിഷൻ ഫോം ആകുന്നത് 1946. ക്യാബിനറ്റ് മിഷൻ. ഓക്കെ. ദെൻ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഓഗസ്റ്റ് 16, 1946. ഇതെല്ലാം ആരുടെ ടൈമിലാണ്? വേവലിന്റെ ടൈമിലാണ്. ദെൻ വേവൽ പ്ലാന്, ഷിംല കോൺഫറൻസ് 1945 ഷിംല കോൺഫറൻസ് എല്ലാം വേവലിന്റെ ടൈമിലാണ്. ഓക്കെ. ഇനി അടുത്താണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും അവസാനത്തെ വൈസ്രോയും മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ വൈസ്രോയി ഇദ്ദേഹമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇദ്ദേഹമായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് അറിയായിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു ബില്ല് പാസ്സാക്കണം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ഹൗസ് ഓഫ് കോമണിൽ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. കൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാഡ്ക്ലിഫ് ലൈൻ എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് പറയാം. ഒന്ന് മെസ്സേജ് അയച്ചിടുക. ഓക്കെ. ഈ പറയുന്ന റാഡ്ക്ലിഫ് കമ്മീഷനെ നിയമിക്കുന്ന ഇദ്ദേഹത്തിന്റെ ടൈമിലാണ്. ഓക്കെ. ഇനി ഏറ്റവും അവസാനം ഒരാളും കൂടിയുണ്ട്. ആരാണ്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി. ഈ സി രാജഗോപാലാചാരിന്റെ പ്രത്യേകത എന്താ? ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും only ഇന്ത്യൻ ഗവർണർ ജനറൽ. ഓക്കെ. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ only ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആരാണ്? രാജഗോപാലാചാരി. അപ്പോൾ ഇതാണ് നമുക്ക് വൈസ്രോയിനെ പറ്റി പഠിക്കാനുള്ള 1858 തൊട്ടിട്ട് 1947 വരെയുള്ള കാലഘട്ടത്തിനെ പറ്റി നമുക്ക് വൈസ്രോയി ഗവർണർ ജനറൽമാരെ പറ്റി നമുക്ക് ഇത്രയാണ് നോക്കാനുള്ളത്. സോ നമുക്ക് ഇത് ഇവിടെ നിർത്താം.